വീട് പണി എന്തായെന്ന് ഒട്ടുമിക്ക ആൾക്കാരും കമൻസിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട് പണി ഇതുവരെ എത്തിയെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനും പൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് വൈകുന്നേരം ഇറങ്ങിയതാണ്. അപ്പോൾ അതേ കണ്ടില്ലേ, നിലവിൽ വീട് പണി ഇതുവരെ ആയി കിടക്കുവാണ്. തറപ്പണി കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പം ഓരോരോ മുടക്കങ്ങളാണ് നമുക്ക്. ഒന്നുകിൽ പണിക്കാരെ കിട്ടത്തില്ല, അല്ലെങ്കിൽ കല്ല് കിട്ടത്തില്ല, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് വെള്ളത്തിൽ പണി കിട്ടിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ മണ്ണിട്ട് കഴിഞ്ഞിട്ട് മണ്ണിലടിക്കാൻ വേണ്ടിയിട്ട് കിണർ ഫുള്ള് വറ്റിച്ച് വെള്ളം നമ്മൾ ഇതിലോട്ട് അടിച്ചു. അപ്പോൾ കിണർ കംപ്ലീറ്റ്ലി വറ്റിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ല വെള്ളം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം എന്തായാലും കുഴപ്പമില്ല, നല്ല വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ തോനെ വെള്ളമൊന്നും ഇല്ല കേട്ടോ, കഷ്ടിച്ചൊരു റിങ് വെള്ളം അത്രേ ഉള്ളൂ. എന്തായാലും അതെങ്കിലും ഉണ്ടല്ലോ, ക്ലിയർ ആയല്ലോ വെള്ളം, അത് തന്നെ ആലോചിക്കുമ്പോൾ ഒരു സമാധാനം. ഗൈസ്, ഞങ്ങളുടെ പണ്ടത്തെ മുൻഭാഗം ഇതായിരുന്നു, അതായത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങോട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് തിരിച്ച് ഞങ്ങൾ അങ്ങോട്ടാക്കി. തറയുടെ അവിടെ നമ്മൾ ചുറ്റിക്കറങ്ങി തിരിച്ചു വന്നപ്പോഴത്തേക്കും പൊന്നൂന് സ്കൂട്ടി പഠിക്കാനൊരു മോഹം കേട്ടെ. അപ്പോൾ അതേ താക്കോൽ ഇടേണ്ടത് എങ്ങനെയാണ്, വണ്ടി തിരിക്കേണ്ടത് എങ്ങനെയാണ്, വളക്കേണ്ടത് എങ്ങനെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ല, ആൾക്ക് ഒടുക്കത്തെ പേടിയാണ്. എന്തായാലും ആളത്ര ആഗ്രഹത്തിൽ പറഞ്ഞല്ലോ, ഒന്ന് ഓടിച്ചു നോക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എന്നിട്ട് ഞാൻ പുറകെ ഇരുന്ന് ആൾ ഫ്രണ്ടിൽ ഇരുത്തി. എന്നിട്ട് ഒന്നും നടന്നില്ല കേട്ടോ. അത് നടക്കത്തില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും വണ്ടി അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇതേ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. മിക്കപ്പോഴും വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ജസ്റ്റ് ഈ പറമ്പിൽ കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കേട്ടോ. ആടിനെ കണ്ടിട്ട് പേടിച്ച് ഓടി വരുന്നതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടത്. പിന്നെ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവളെക്കാൾ മുന്നേ ഞാൻ ഓടി അവിടുന്ന് രക്ഷപ്പെട്ട്. നമ്മുടെ വീടിന്റെ 4 സൈഡും ഓരോരോ വീട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂടുതൽ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അങ്ങനെ പോയി സച്ച് കളിക്കുന്ന ഗ്രൗണ്ടിന്റെ അവിടെ എത്തി കേട്ടോ. പിന്നെ അവനോട് കുറച്ച് നേരം കുശലമൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. ഈ കാണുന്ന വീടുകളൊക്കെ നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിൽ ആ പറമ്പില്ല, അവിടെ നടക്കുന്ന വീട് പണികളാണ് കേട്ടോ. ജസ്റ്റ് അതിൻ്റെ അകത്തൊക്കെ കയറി നോക്കിയിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി ഒരു സന്ധ്യയ്ക്ക് ആയപ്പോൾ. ഇപ്പം ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ അത് ആഴ്ചയിൽ ഒരു 2 വട്ടം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെ ഒതുക്കി വെച്ചാലും ഞങ്ങളുടെ അലമാര വീണ്ടും കൊളാവും. അടുക്കിപ്പറക്കി ഞാനൊരു വഴിക്കാവും. സത്യം പറഞ്ഞാൽ ഏറ്റവും മടിയുള്ള കാര്യമാണ് കേട്ടോ എനിക്ക് ഈ ഒരു പരിപാടി. പക്ഷെ അത് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ റൂമും അലമാരയും എല്ലാം വൃത്തിയാക്കി ഇടേണ്ട കടമ നമുക്കാണ്. അടുക്കി പറക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ യൂസ് ചെയ്യാത്ത സാധനങ്ങൾ ഞാൻ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ, ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആർക്കും കൊടുക്കാത്തതായിട്ട് കുറച്ച് ഡ്രസ്സുകളുണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങൾ പ്രണയിച്ച് നടക്കുന്ന ടൈമിൽ ഷിനാജ് എനിക്ക് വാങ്ങിച്ചു തന്നെയാണ്. അതൊരു ഓർമ്മക്കായിട്ട് ഞാൻ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ചിലതൊന്നും എനിക്ക് കയറത്തില്ല, ചിലതൊക്കെ ഞാൻ ഷേപ്പൊക്കെ അഴിച്ചു വിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും എല്ലാം നല്ല അടുക്കി പിറക്കി നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട്. ഇനി 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ ആവും, പിന്നെ ഞാൻ മടക്കി വെക്കേണ്ടി വരും, സ്വാഭാവികം. അപ്പോൾ എനിക്ക് ഒരു കൊറിയർ വന്നിരിപ്പുണ്ടായിരുന്നു, അത് അൺബോക്സ് ചെയ്ത് നോക്കാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടിയില്ല. കുറച്ച് ഹിജാബ്സ് ആണ് കേട്ടോ, എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നതാണ്. അപ്പോൾ അത് പൊട്ടിച്ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുവാണ്.